നമസ്കാരം, ഗാലറി ഓഫ് നാച്ചുറലിലേക്ക് സ്വാഗതം. ഞാൻ സുമേഷ് കോട്ടൂർ. ഞാൻ വീണ്ടും ഇന്ന് കോട്ടൂർ ആനപ്പാർക്കിൽ നിൽക്കുകയാണ്. അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് റേഞ്ചിനുള്ളിലെ കോട്ടൂർ എലിഫൻറ്റ് റിഹാബിലിറ്റേഷൻ സെൻറ്റർ. ഇന്നിവിടെ മറ്റൊരു ആഘോഷം നടക്കുകയാണ്. കഴിഞ്ഞ ആഘോഷങ്ങളെല്ലാം അടിച്ചുപൊളിച്ച് നിങ്ങൾ കണ്ടു കാണും, ഓണാഘോഷം. ഇന്നിതാ ഇവിടെ ക്രിസ്തുമസ് ആഘോഷം നടക്കുകയാണ്. അതിൻ്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇന്ന് വേറൊരു പ്രത്യേകതയുള്ളത്, കഴിഞ്ഞ ഓണത്തിന് എല്ലാവരും ഒരേ ഡ്രസ് കോഡായിരുന്നു. മെറൂൺ കളർ ഷർട്ടായിരുന്നു. സ്ത്രീകൾ നേരിയ സാരിയും ബ്ലൗസും ആയിരുന്നു. പക്ഷേ ഇന്ന് ഒരു പ്രത്യേകത, ഇന്നത്തെ ഇവരുടെ ഡ്രസ് കോഡ് എല്ലാവർക്കും ബ്ലാക്ക് പാൻറ്റും ബ്ലൂ ടീഷർട്ടുമാണ്. അതാണ് ഇന്നത്തെ ഇവരുടെ ഡ്രസ് കോഡ്. വ്യത്യസ്തങ്ങളായിരിക്കും പരിപാടികൾ. എല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ആദ്യത്തെ ക്രിസ്മസ് ആഘോഷമാണ്. ഹാപ്പിയാണ്. പുതുതായി ജോയിൻ ചെയ്തതാണല്ലേ? ജോലിയായിട്ട് ആദ്യം കയറുന്നത്. അപ്പോൾ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ജോലിയായിട്ട് കയറിയപ്പോൾ എന്തായിരുന്നു ഒരു എക്സ്പീരിയൻസ്? ആദ്യമേ ഫോറസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് വലിയ ഇഷ്ടമുള്ള ഒരു ഫീൽഡായിരുന്നു. അപ്പോൾ നല്ലതായിട്ടാണ് തോന്നിയത്. ഇപ്പോൾ വർക്ക് ചെയ്യുമ്പോഴും നല്ലതാണ്. ക്രിസ്മസ് ആഘോഷം എങ്ങനെ? നല്ല രീതിയിൽ പോകുന്നുണ്ട്, കുഴപ്പമില്ല. നല്ലൊരു ക്രിസ്മസ് ആയിരുന്നു. ഡ്രസ് കോഡ് അടിപൊളിയല്ലേ? ആ ഡ്രസ് കോഡ് എടുത്തത് എല്ലാവർക്കും ഒരേ കണക്കിന് എടുക്കാനും പറ്റി. എല്ലാവർക്കും ഒരേ നീല തന്നെ കിട്ടുകയും ചെയ്തു. എല്ലാം കാണാൻ തന്നെ എല്ലാവർക്കും കളർഫുള്ളായിട്ട് ഇരിക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരേ നീല, എല്ലാവർക്കും ഒരേ കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകും. ഞങ്ങൾ ഇന്നങ്ങ് ആഘോഷിച്ച് പൊളിച്ചടക്കാൻ പോവാ. അതെ, നമ്മുടെ ഫുൾ കളർ തീം ബ്ലൂ ആണ്. ഫുൾ ബ്ലൂ, നീലമയം. बहुत बहुत खूबसूरत, very beautiful and very nice people are especially very nice and the beauty is आप लोग कैसे इधर आया था? हम यहाँ पर कोई इधर नाइबर पैसा है? हाँ, ट्रैवलिंग पर है. हम आंध्रा में थे, फिर तमिलनाडु, दिन कन्याकुमारी, दिन केरला and with Mr. Sadhan and his family, Amal please. And Krishan Priya is with us in Punjab. She is Malayali and she is studies in Punjab. നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് പറയാം. എവിടെയാ സ്ഥലം? നാട്ടിലെവിടെയാ? ഞാൻ ട്രിവാൻഡ്രമാണ്. ട്രിവാൻഡ്രത്ത് പട്ടം ഏരിയയിലാണ് താമസിക്കുന്നത്. പഞ്ചാബ് ജോലി ചെയ്യുന്നു? അല്ലല്ല, ഞാൻ പഠിത്തമാണ്, ബിടെക് ഫൈനൽ ഇയർ ആണ്. ഓക്കെ. അപ്പോൾ നിങ്ങളോടൊപ്പമാണോ ഇവർ വന്നത്? അതെ, ഞാൻ നമ്മളോടൊപ്പം തന്നെയാണ് വന്നത്. നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടോ ആന പാർക്ക്?
ഇവിടെ ഇല്ലല്ലോ, ഇതെന്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വെരി ക്യൂട്ട് ആണ് ടു സേ. ओके थैंक यू. मेरा नाम सुमेश कोटूर है, यूट्यूबर है, इधर का प्रमोशन അപ്പോൾ നമുക്ക് വളരെ സമയം വളരെ കുറവാണ്. ഞാനൊരു ചെറിയൊരു ഫംഗ്ഷനാണ് ഉദ്ദേശിച്ചത്, പക്ഷേ ഫംഗ്ഷൻ വന്നപ്പോഴത്തേക്കും വളരെ വലുതായി കഴിഞ്ഞ്
അപ്പോൾ ഇതിനകത്ത് ആദ്യമായിട്ട് തന്നെ സ്വാഗതമാണ്. ബഹുമാനപ്പെട്ട തിരുവനന്തപുരം വൈദ്യപ്പാടൻ വിനോദ് സാറിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വളരെ തിരക്കുകൾക്കിടയിലും നമ്മുടെ ഫംഗ്ഷനിൽ പങ്കെടുക്കാനെത്തിയ ഇതിൻ്റെ ഉദ്ഘാടനം കൂടിയായ AP സർക്കിൾ CF ശ്യാമോഹൻ സാറിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി പേപ്പർ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന പേപ്പർ റേഞ്ച് ഓഫീസർ സലിൻ ജോസ് സാറിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ നെയ്യാം റേഞ്ച് ഓഫീസർ അനീഷ് സാറിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം എന്താണ് ERCയുടെ ഡോക്ടർ കൂടിയായ നമ്മുടെ അരുൺ ഡോക്ടറിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ KTD പ്രസിഡന്റും അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ പ്രോഗ്രാമുകളിലും പങ്കെടുക്കുന്ന ശ്രീദേവി സുരേഷിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സാറിനായിട്ട് വന്നേക്കുന്നത് നമ്മുടെ നിതീഷാണ്. നിതീഷിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എന്താണ് ഈ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള എന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ സമയത്ത് നമ്മൾ യഥാർത്ഥത്തിൽ ഈ പ്രോഗ്രാം വെച്ചിരുന്നത് 22-ാം തീയതി ആയിരുന്നു. അതിപ്പം നമ്മുടെ ഓഫീസേഴ്സിൻ്റെ സമയം കുറവുള്ളതുപോലെ നമ്മളത് 18-ാം തീയതിയിലേക്ക് മാറ്റി. അപ്പം ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ ഈ പ്രോഗ്രാമുകൾ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത നമ്മുടെ ERCയുടെ ഡെപ്യൂട്ടി SFOമാർ, BFOമാർ, അതോടൊപ്പം തന്നെ നമ്മുടെ വാച്ചർമാർ, പാപ്പാമ്മ, അതോടൊപ്പം തന്നെ എന്താണ് EDC അംഗങ്ങൾ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. നമ്മുടെ MP കൺസർവേറ്ററായ ശ്യാമോഹൻ സാർ, റേഞ്ച് ഓഫീസർമാർ, നമ്മുടെ ഡോക്ടർ ഷിജു, മറ്റേ ഇവിടുത്തെ എൻ്റെ AVPയിലെ സഹപ്രവർത്തകർ, ERCയിലെ സ്റ്റാഫ്, നമ്മുടെ EDCയിലെ അംഗങ്ങൾ, EDC പ്രസിഡന്റ്, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. നമ്മുടെ ഈ സൗത്തിലെ നമ്മുടെ ആഘോഷങ്ങൾക്കൊരു കുറവില്ല. ഇവിടുത്തെ പ്രശ്നം വെച്ചാൽ ഞാനും സാറും ഇങ്ങനെ വിട്ടുപോകും. കാരണം വെച്ചാൽ ഇന്നിവിടെ നാളെ 2 ആഘോഷം. നാളെ പേപ്പാറയിലെ ക്രിസ്മസ് ആഘോഷം ഉച്ചയ്ക്ക്, നെയ്യാറിൽ വൈകിട്ട്. ഇതിലേക്ക് ഞങ്ങൾ ഈ നേരത്തെ പ്രിയപ്പെട്ട അനീഷ് പറഞ്ഞ പോലെ ഇതുകൊണ്ട് നേരത്തെ ആക്കിയത് 22-23 ഹെഡ്ക്വാർട്ടേഴ്സിൽ മീറ്റിംഗ് പറഞ്ഞിരുന്നത്. ഞാൻ എല്ലാവർക്കും പറയാണ്, ആ ഈ മീറ്റിംഗ് മാറ്റി വെച്ചിട്ടുണ്ട്. ഒന്ന് വേണമെങ്കിൽ ഏതെങ്കിലും അങ്ങോട്ട് മാറ്റിയാൽ നന്നായിരുന്നു അഭിപ്രായം. പിന്നെ ഇതെല്ലാം നമ്മുടെ എന്താ പറയുക, നമ്മുടെ സൗഹൃദ കൂട്ടായ്മകളാണ്. നമ്മൾ അടുക്കുന്ന അങ്ങനെ നമ്മളൊരു ടീമായിട്ട് മുന്നോട്ട് പോകുന്ന എപ്പോഴും ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ ഉപയോഗം. അപ്പോൾ ഒരുമിച്ച് നമുക്ക് ആഘോഷിക്കാം, ഒരുമിച്ച് കൂടാം, ഒരുമിച്ച് ഇനിയും മുന്നേറാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് നവവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബഹുമാനായ ശ്യാം സാറിനെ ക്ഷണിക്കുന്നു. വാസ്തവത്തിൽ ഇതിന് പ്രസംഗിക്കാനോ അല്ലെങ്കിൽ കൂടുതൽ സംസാരിക്കാനോ ഒന്നും ഇതിനകത്തില്ല. പ്രത്യേകിച്ച് ഈ ആഘോഷങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ മിനിമം വാക്കുകളുടെ കാര്യത്തിലേക്ക് പോകാവുന്നതാണ്. ഇങ്ങനെയുള്ള ചടങ്ങുകൾ എല്ലാവരും ചേർന്ന് ആഘോഷിക്കുന്നു എന്നത് തന്നെ വളരെ സന്തോഷകരമായ കാര്യമാണ്. എന്ത് ബുദ്ധിയില്ലെങ്കിലും തല വലുതായതും കയറുന്നില്ല എന്ന് പറയുന്നത്. എല്ലാവർക്കും സ്നേഹവും സന്തോഷവും നിറഞ്ഞ ഒരു ക്രിസ്മസ് നവവത്സരം ആശംസിക്കുന്നു. പതിപോലെ തന്നെ ആശംസയ്ക്ക് പകരം ഒരു ഗാനം എൻ്റെ പേരുണ്ട്. കഴിഞ്ഞൊരു വർഷം എന്താണെന്നുള്ളത് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളൊരു യൂട്യൂബ് ഷോർട്സ് കണ്ടതുപോലെ നമുക്ക് ഒറ്റയടിക്ക് കാണാൻ പറ്റും.
അവർ കാണാൻ പറ്റുന്നത് കഴിഞ്ഞൊരു വർഷത്തെ മൊത്തം ഈ ഒരു എലിഫൻറ്റ് ക്യാമ്പ് എന്നുള്ളത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എലിഫൻറ്റ് ക്യാമ്പ്. അതൊരു 8th റേഞ്ചിലുള്ള ഒരു ERC ഒരുമിച്ചുള്ള ഒരു എലിഫൻറ്റ് ക്യാമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ ഒരു വർഷം നല്ല രീതിയിൽ നമ്മൾ എലിഫൻറ്റ് ക്യാമ്പിൽ നമ്മൾ പോവുകയുണ്ടായി. ആ ഒരു വർഷത്തിൻ്റെ എല്ലാ കൂട്ടായ്മയും നമ്മുടെ ഓരോ ആഘോഷങ്ങളും ഓരോ സൗഹൃദങ്ങളും ഓരോ കാര്യങ്ങളും ഭയങ്കര കളിരീതിയും നല്ലൊരു കാര്യമായിട്ട് പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ പോയിട്ടുണ്ടായി. ആ ഒരു വർഷം 2021 നല്ലൊരു വർഷമാണ് കടന്നു പോകുന്നത്. നമ്മുടെ റേഞ്ചിനെ സംബന്ധിച്ചും നമ്മുടെ കോട്ടൂർ മൊത്തത്തിൽ സംഭവിച്ചു നമുക്ക് നല്ലൊരു വർഷമാണ് കടന്നു പോകുന്നത്. അത് നല്ലൊരു വർഷം ഇനിയും പുതുതായിട്ട് വരട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. അതിൻ്റെ കൂടെ ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. Didn't hear that. Tap microphone to try. നമുക്ക് ഈ ഔദ്യോഗിക പരിപാടി അവസാനിപ്പിക്കാം. അപ്പോൾ അതിന് ഔദ്യോഗികമായിട്ട് നന്ദി പറയുന്നതിനായിട്ട് ഷിജുവിനെ ക്ഷണിക്കാം. നമ്മുടെ കൂട്ടായ്മയുടെ ഒരു തുടർച്ചയായുള്ള ഒരു പ്രോഗ്രാമാണിത്. നമുക്കറിയാം, മുൻകാലങ്ങളിലെല്ലാം നമ്മുടെ വിജയകരമായി നമ്മുടെ പരിപാടികൾ നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഇപ്രാവശ്യവും വളരെ നല്ല രീതിയിൽ ഒരു ക്രിസ്മസ് ഫംഗ്ഷൻ ഇവിടെ സംഘടിപ്പിക്കാൻ നമുക്ക് സാധിച്ചു. ഞാനത് ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് നടക്കുന്നു. ആദ്യമായി ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന വിനോദ് സാറിനാണ് നമ്മെ അറിയിക്കേണ്ടത്. നമ്മുടെ തിരക്കിട്ട സമയത്തിനിടയിലും നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിനും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതിനും ഇവിടെ എത്തിച്ചേർന്ന വിനോദ് സാറിന് ഈ യോഗത്തിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഏറെ തിരക്കുകളുണ്ടായിട്ടും നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന നമ്മുടെ ബഹുമാനായ നമ്മുടെ അഗസ്ത്യവനം കൺസർവേറ്റർ രാമോഹൻലാൽ അയ്യപ്പ സാർ പേരിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ നെയ്യാർ അസിസ്റ്റന്റ് വൈലേക്കാടൻ അനിൽ സാർ, അദ്ദേഹവും മുമ്പ് ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്, അദ്ദേഹത്തിനും നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഈ ക്യാമ്പിൻ്റെ ഡോക്ടർ അരുൺകുമാർ ഡോക്ടർ, അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു. നമ്മുടെ ശാക്തീകരിച്ചിവിടെ എത്തിച്ചേർന്ന EDCയുടെ പ്രസിഡന്റ് ശ്രീദേവി സുരേഷ് അവർക്ക് നന്ദി അറിയിക്കുന്നു. ഇന്ന് നമ്മുടെ യോഗത്തിന് സ്വാഗതം ആശംസിച്ചത് നമ്മുടെ റേഞ്ചിൻ്റെ തന്നെ ഡെപ്യൂട്ടി വാർഡനാണ്. അദ്ദേഹമാണ് നമ്മുടെ ഈ റേഞ്ചിൻ്റെ പ്രോഗ്രാമിന് ചുക്കാൻ പിടിച്ചത്. അദ്ദേഹത്തിന് യോഗത്തിൻ്റെ പേരിൽ ഔദ്യോഗികയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഒരു റിക്വസ്റ്റ് പരിഗണിച്ച് ഇന്ന് സാധാരണ വേഷം ചെയ്തത് പ്രോജക്റ്റിലെ രതീഷാണ്. രതീഷിനെ നന്ദി അറിയിക്കുന്നു. കൂടാതെ ഈ പ്രോഗ്രാമിൻ്റെ തുടക്കത്തിൽ നമുക്കറിയാം, നമ്മുടെ റേഞ്ചിലെ SFOമാരാണ് ഇതിൽ നിർണായകമായ റോള് വഹിച്ചത്. 4 SFOമാരുണ്ട്. അവരെ കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ് നമ്മുടെ ഈ ഒരു വൻവിജയമാക്കാൻ കഴിഞ്ഞത്. ഓരോ കമ്മിറ്റികൾ എടുത്ത് അതിൽ ഓരോരുത്തരുടെ പേര് എടുത്തു പറയുന്നില്ല. നമ്മുടെ ഫോറസ്റ്റർമാർ മികച്ച രീതിയിലുള്ള പ്രവർത്തനം നടത്തിയതുകൊണ്ടാണ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് കൂടെയുള്ള സ്റ്റാഫിനെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അവർ നടത്തിയ പ്രവർത്തനം തന്നെയാണ് വിജയത്തിന് മുഖ്യം. അവരെ എല്ലാ ഫോറസ്റ്റർമാർക്കും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട പിന്തുണ കൊടുത്ത നമ്മുടെ BFOമാരുണ്ട്, നമ്മുടെ സെക്ഷനിലെ വാച്ചർമാരുണ്ട്, അതോടൊപ്പം തന്നെ NMR വാച്ചർമാരുണ്ട്. അവർക്കെല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇവിടെ നമുക്കറിയാം, നമ്മുടെ EDC അംഗങ്ങളുണ്ട്. നമ്മുടെ എല്ലാ പ്രവർത്തനത്തിനും സജീവ സാന്നിധ്യമാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനത്തിനും നമ്മുടെ പാചകം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെല്ലാം സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അവരെ ഈ യോഗത്തിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. പിന്നെ നമുക്ക് ഈ യോഗത്തിൽ നമുക്ക് പ്രത്യേകം തന്നെ പറയേണ്ട ഒരു ടീമുണ്ട്. നമ്മുടെ ഈ ഒരു എന്ത് ആഘോഷമായാലും നമുക്കൊരു അലങ്കാര കമ്മിറ്റിയുണ്ട്. അലങ്കാര കമ്മിറ്റി എന്ന് പറയുന്നത് എല്ലാവരും അതിൽ പെടുമെങ്കിലും ഇതിൽ ആർട്ടിസ്റ്റിക് വർക്ക് നടക്കുന്ന ഒരു ടീമുണ്ട്. അവർ രാപ്പകലില്ലാതെ അധ്വാനിച്ചത് കൊണ്ടാണ് നമുക്ക് ഈ ഡെക്കറേഷൻ, അതുപോലെ തന്നെ പുൽക്കൂട്, അതെല്ലാം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞത്. അപ്പം അവരുടെ ഈ നിശ്ചയമായ ഈ പ്രവർത്തനത്തിന് അവർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു.
ഇവിടെ നമുക്ക് മീഡിയ നമ്മുടെ പ്രോഗ്രാം കവർ ചെയ്യുന്നതിന് മീഡിയയിൽ നിന്ന് ശ്രീ സുമേഷ് എത്തിയിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ എല്ലാ പ്രോഗ്രാമിലും എത്താറുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ റേഞ്ചിൻ്റെയും നമ്മുടെ ടൂറിസം പ്രവർത്തനത്തിൻ്റെയും ഒക്കെ നമ്മുടെ ഒരു പ്രൊമോട്ടർ കൂടിയാണ് അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മുടെ ആനപ്പപ്പന്മാരുണ്ട്, അതുപോലെ തന്നെ